നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. മുഖ്യമന്ത്രി ഇന്ന് വോട്ട് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞു. അതായത് അപ്പുറത്തെ പാർട്ടിയിലെ സ്ത്രീ ലംബടന്മാർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത്. അതിനുശേഷം അതിനു മുൻപ് പുറത്തു വന്ന ഒരു വാർത്തയാണ്. അതായത് സെഷൻസ് കോടതിയിലെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. അതായത് എല്ലാം ഗൗരവമായിട്ട് നിരീക്ഷിച്ചില്ല കോടതി എന്നുള്ളൊരു പരിഭവം പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുൻകൂർ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ശരിക്കും കഴിഞ്ഞ ദിവസം അവിടുത്തെ സെഷൻസ് കോടതിയിൽ ഈ മുൻകൂർ ജാമ്യം കൊടുക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ ആ കോടതിയിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണ്? ആ വിധിന്യായത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഹൈക്കോടതിയിലേക്ക് സർക്കാർ പോയാൽ ഒരു തിരിച്ചടി ഉണ്ടാകുമോ? ഈ വിധി ഇതൊരു സ്വയം സംസാരിക്കുന്ന വിധിയാണ്. ഈ വിധിക്കെതിരെയാണ് ഹൈക്കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ പോകുമെന്ന് പ്രഖ്യാപിക്കുന്നത്. സർക്കാർ ന്യായയുക്തമായൊരു വിധിയല്ല ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് കിട്ടിയത് എന്ന് പരിതപിക്കുന്നത്. ഈ വിധിയിൽ സാധാരണ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കേസിൻ്റെ മെറിറ്റിലേക്ക് അത്ര കണ്ട് പോകാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നു, ഇൻ ദി കോർട്ട് ഓഫ് ദി സെഷൻസ് ജഡ്ജ് തിരുവനന്തപുരം പ്രസിഡന്റ് ശ്രീമതി നസീറ എസ് സെഷൻസ് ജഡ്ജ് ഓൺ വെനസ്ഡേ 10th day of December 2025, ക്രിമിനൽ MC നമ്പർ 3669/2025. ഈ വിധിന്യായത്തിൻ്റെ 6ാം പേജിൽ 6 പേജ് വരെ പരാതിക്കാരിയുടെ പരാതിയിലെ വിവരങ്ങളും അതിലപ്പുറം പെറ്റീഷണർ രാഹുൽ മാങ്കൂട്ടം തൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിൽ നിരത്തിയിരിക്കുന്ന വസ്തുതകളുമാണ് വിവരിക്കുന്നത്. ആ വസ്തുതകൾ പൂർണ്ണമായി പ്രതിപാദിച്ചതിന് ശേഷം കോടതി വ്യക്തമായി എഴുതിയിരിക്കുന്നു, കൺസിഡറിംഗ് ഓൾ ദീസ് ആസ്പെക്ട്സ് ആൻഡ് അൺഡ്യൂ ഡിലേ ഫോഴ്സ് ദിസ് കോർട്ട് ടു ടേക്ക് എ സ്കെപ്റ്റിക്കൽ വ്യൂ ഇൻ ദി അലിഗേഷൻസ് അഗൈൻസ്റ്റ് ദ പെറ്റീഷണർ. സ്കെപ്റ്റിക്കൽ വ്യൂ അത് ജുഡീഷ്യറിയിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. സംശയാസ്പദമായി ഇതിനെ കാണുന്നു. അപ്പോൾ ഈ പരാതിയെ തന്നെ സംശയാസ്പദമായി കാണുന്ന ഒരു കോടതിയെയാണ് നമ്മൾ ഈ വിധിന്യായത്തിലൂടെ കാണുന്നത്. ഈ വിധിന്യായത്തിൽ അക്കമിട്ട് ചില കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ ഈ പരാതി ഏറെക്കുറെ ചീറ്റിക്കെട്ടി എന്ന് പിണറായി വിജയന് ബോധ്യമായി. അതാണ് സ്ത്രീ ലംബടന്മാർ എന്ന പേരിൽ പിണറായി വിജയൻ ഇന്ന് UDFനെ കടന്നാക്രമിക്കുന്നത്. അതിലപ്പുറം ഇനിയും അറപ്പുളവാക്കുന്ന പരാതികൾ വരാനുണ്ട് എന്ന സൂചന മുഖ്യമന്ത്രി നൽകുന്നു. ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ ഇത്? 2ാം പരാതി, കെട്ടിപ്പൊക്കിയ 2ാം പരാതി ചീറ്റി തകർന്നു വീഴുമ്പോൾ 3ാം പരാതി ഉണ്ട് എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, 2ാം പരാതി നിലനിൽക്കില്ല എന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ആ 2ാമത്തെ പരാതി KPCC അധ്യക്ഷൻ പോലീസിന് കൊടുത്തതാണ്. വളരെ സ്പെസിഫിക് ആയിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. ആ പരാതി അത് KPCC അധ്യക്ഷൻ പോലീസിന് കൊടുത്തതാണല്ലോ. അപ്പോൾ KPCC പോലീസിന് കൊടുത്തൊരു പരാതി പോലീസ് സംഘം അന്വേഷിച്ചു എന്ന നിലയിലാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. പക്ഷേ ഈ പരാതിയുടെ വങ്കത്തരം മനസ്സിലാകണമെങ്കിൽ ഈ പരാതി എത്രമാത്രം കള്ളക്കഥകൾ കോർത്തിണക്കി കെട്ടിച്ചമച്ചതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വിധിന്യായത്തിലൂടെ നമ്മൾ കടന്നു പോകണം. ഈ വിധിന്യായത്തിൽ പ്രതിപാദിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ യുവതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിചയപ്പെടുന്നത്? സമൂഹ മാധ്യമം വഴി യുവതി രാഹുലുമായി ഒരു സൗഹൃദത്തിലേക്ക് വരുന്നു. രാഹുൽ മാങ്കൂട്ടവുമായി തൻ്റെ കോടതി എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. ഞാനതിൽ വിശദീകരണം വീണ്ടും ഒന്നുകൂടെ വരാം. കോടതി എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. യുവതി രാഹുലുമായി സംസാരിക്കുന്നു. ഇരുവർക്കുമിടയിൽ വലിയ സുഹൃത്ത് ബന്ധം, ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പരസ്പരം സമ്മതിച്ച് യുവതി തൻ്റെ അനുമതിയോടെ രാഹുൽ ക്ഷണിച്ച സ്ഥലത്തേക്ക് ചെന്നു എന്നാണ് കോടതി പറയുന്നത്. ഇത് സിറ്റിയിൽ നിന്നകന്ന് ഒരു ഹോം സ്റ്റേ അല്ലെങ്കിൽ ഒരു കെട്ടിടം, ആ കെട്ടിടത്തിലേക്ക് യുവതി സ്വമേധയാ ചെല്ലുന്നു. 2 കൂട്ടരും അവിടെ എത്തുന്നു. അതിനുശേഷം വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു ബലാത്സംഗം നടന്നുവെന്നാണ് പരാതിക്കാരി പറയുന്നത്. പക്ഷെ അതിനുശേഷമുള്ള ഓരോ പോയിന്റിലും പരാതിക്കാരി വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടുന്നു. വളരെ ബ്രൂട്ടലായി ശ്വാസം നിലയ്ക്കുന്ന ഘട്ടത്തിലെത്തിയിട്ടും തന്നെ വിടാതെ ലൈംഗിക ബന്ധം തുടർന്നുവെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്, പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. അതിനുശേഷം ശരീരമാസകലം മുറിവോടെയാണ് താൻ വീട്ടിലേക്ക് മടങ്ങിയത്. ഇവിടെ കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത്രയധികം ശരീരത്തിന് മുറിവുകൾ ഏറ്റു എങ്കിൽ യുവതി വൈദ്യസഹായം തേടിയിരുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നു വൈദ്യസഹായം തേടിയില്ല. വൈദ്യസഹായം തേടിയാൽ യുവതിയുടെ വീട്ടുകാരറിയും എന്ന ഭയം, അതുകൊണ്ട് അവർ വൈദ്യസഹായത്തിന് ശ്രമിച്ചില്ല. അതിൽ കോടതി വലിയ സംശയം പ്രകടിപ്പിച്ചു. 2ാമത് കോടതി സംശയം പ്രകടിപ്പിച്ചൊരു മുഖ്യ ഭാഗമുണ്ട്. അതിനുശേഷവും ഈ ക്രൂര ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന സംഭവത്തിന് ശേഷവും യുവതി
രാഹുലുമായി ടെലിഗ്രാമിലും വാട്സാപ്പിലും ചാറ്റുകളും ശബ്ദ സംഭാഷണങ്ങളും തുടർന്നു. എന്തിനായിരുന്നു അത്? പിന്നീട് വളരെ വലിയൊരു വൈരുദ്ധ്യം ഈ കേസിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നു. യുവതി ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷം രാഹുലുമായി പിണങ്ങിയെന്നും ഈ ബലാത്സംഗം നടത്തിയതിൻ്റെ ആ ഷോക്ക് തനിക്ക് വല്ലാതെ തന്നിൽ ഭയമേൽപ്പിച്ചുവെന്നും പിന്നീട് പരാതി നൽകാൻ വൈകിയത് ഈ രാഹുൽ മാങ്കൂട്ടം തന്നെ വിവാഹം ചെയ്യുമെന്ന പ്രതീക്ഷയിലായിരുന്നുവെന്നാണ് യുവതി പറയുന്നത്. അപ്പോൾ ക്രൂര ബലാത്സംഗത്തിന് വിധേയയാകുന്ന ഒരു യുവതി പിന്നീട് പരാതി നൽകിയില്ല എന്ന് മാത്രമല്ല, രാഹുലുമായി പിന്നീടും വലിയ സൗഹൃദം തുടർന്നു. പരാതി നൽകാത്തത് തന്നെ വിവാഹം കഴിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്ന് യുവതി വിശദീകരിക്കുമ്പോൾ ആ ബലാത്സംഗത്തിൻ്റെ കഥ എന്ത് എന്ന് കോടതി ചോദിക്കുകയാണ്. അപ്പോൾ ബലാത്സംഗം അവിടെ തന്നെ പൊളിഞ്ഞു. പൂർണ്ണമായും ബലാത്സംഗ കഥ അവിടെ പൊളിയുകയാണ്. ഇതുപോലെ ഓരോ കാര്യങ്ങളും യുവതി അക്കമിട്ട് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പൊളിച്ചെടുക്കുകയാണ് ഈ കോടതി വിധിയിൽ. അതാണ് ഈ വിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇവിടെ ഇപ്പോൾ ഒരു ബോധോദയം ഉണ്ടായതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന കോൺഗ്രസ് നേതാക്കൾ വി.ഡി. സതീശനും കെ മുരളീധരനും ഒക്കെ തള്ളിപ്പറയുന്നു. പക്ഷേ അതിനെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. അതായത് ഈ രണ്ടാം പരാതി ഒരു ഗൂഢാലോചനയാണ് എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. ഇതുവരെ അതിൽ ഒരക്ഷരം ഒരു ഗൂഢാലോചന പോലും സംശയിക്കാതിരുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം പോലും പ്രകടിപ്പിക്കാതിരുന്നവർ ഇന്നിപ്പോൾ KPCC പ്രസിഡന്റ് തന്നെ വന്നു എന്ന് പറയുകയാണ് അതൊരു ഗൂഢാലോചനയാണ് എന്ന്. KPCC പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന എന്ത് വങ്കത്തരമാണ്! ഒരു പേരുമില്ലാത്തൊരു പരാതി ഇമെയിലിൽ കിട്ടി, നിമിഷങ്ങൾക്കകം സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി, മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി. അതിനുശേഷം അന്ന് KPCC അധ്യക്ഷൻ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾക്ക് കിട്ടിയ പരാതി ഞങ്ങൾ പോലീസിന് കൈമാറി, ഇനി നടപടിയെടുക്കേണ്ടത് കേരളത്തിൻ്റെ പോലീസാണ്, ഇവിടുത്തെ ഭരണകൂടമാണ്, അവർ പരിശോധിക്കട്ടെ. എന്തൊക്കെയായിരുന്നു അന്ന് തട്ടിവിട്ടത്? എന്നിട്ട് അതേ സണ്ണി ജോസഫ് ഇപ്പോൾ പറയുന്നു ആ പരാതി KPCCക്ക് ലഭിച്ച അതേ നിമിഷത്തിൽ മാധ്യമങ്ങൾക്ക് നൽകി. ഇതൊരു ലീഗൽ കോൺസ്പിറൻസിയാണ്. ഇതിന് പിന്നിൽ ഏതൊക്കെയോ കോൺസ്പിറൻസി ബ്രെയിനുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വങ്കന്മാരാണ് ഇവർ. ഒരു പേരുമില്ലാത്തൊരു പരാതി മാധ്യമങ്ങൾക്കെല്ലാം ചോർത്തിക്കൊടുത്ത് KPCC അധ്യക്ഷൻ്റെ പേരിൽ മാർക്ക് ചെയ്ത് അങ്ങോട്ട് അയച്ചിട്ട് അത് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി അതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് KPCC അധ്യക്ഷൻ ആവശ്യപ്പെടുന്നു. അതുതന്നെയാണ് ഇന്ന് കോടതി വിധിയിൽ എടുത്തു പറയുന്നത്. ഈ പരാതി KPCC അധ്യക്ഷൻ എന്തിനു നൽകി? പോലീസിലല്ലേ യുവതി പരാതി നൽകേണ്ടത്? ഈ ഭാഗം കൂടി നമ്മളൊന്ന് കേൾക്കണം. Whether the alleged sexual intercourse was without the consent or against the will of survivor is a matter of evidence. ഒരു പരാതിക്കാരി തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് പറയുമ്പോൾ മാറ്റർ ഓഫ് എവിഡൻസ്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം അത് ബലാത്സംഗമായിരുന്നു എന്ന് തെളിയിക്കേണ്ടത്. ദ റോൾ ഓഫ് പെറ്റീഷണർ ഇൻ ദ അലീഗ്ഡ് ഒഫൻസ് ക്യാൻ ഓൺലി ബി ഡിറ്റർമിൻഡ് ഓൺ മെറിറ്റ്സ്. അതായത് പരാതിക്കാരൻ്റെ ആർഗ്യുമെന്റ്സ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിലയിരുത്താൻ കഴിയൂ. ഇറ്റ് വുഡ് ബി ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ് ഇഫ് ദ പെറ്റീഷണർ ഈസ് ഇംപ്ലിക്കേറ്റഡ് ഇൻ ദിസ് ക്രൈം വിത്തൗട്ട് എ പ്രൈമ ഫേസ് മെറ്റീരിയൽ. പ്രഥമ ദൃഷ്ട്യാ തെളിവുകൾ ഇല്ലാതെ ഇവിടെ ഈ പെറ്റീഷണറെ അക്യൂസ് ചെയ്യുന്നത് ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ്, നമ്മുടെ നീതിയെ പരിഹസിക്കുന്നതാണ് എന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം കെട്ടിച്ചമച്ചതാണ് എന്ന് കോടതി പറയുന്നു. അതിലപ്പുറം ഒരു പ്രൈമ ഫേസ് തെളിവുകൾ പോലും ശേഖരിക്കാതെ കേസന്വേഷണവുമായി പോലീസ് പോയതുവഴി പെറ്റീഷണർക്ക് ന്യായമായും ലഭിക്കേണ്ട നീതി പോലും ലഭിക്കുന്നില്ല. വളരെ കൃത്യതയോടെയാണ് കോടതി പറയുന്നത്. വളരെ വിശദമാക്കുന്നുണ്ട് കോടതി ഈ 10ാമത്തെ പാരഗ്രാഫിൽ. നമുക്ക് ഓടിച്ചൊന്നു പോയി. ഇത് അലിഗേഷൻ അഗൻസ്റ്റ് ദ പെറ്റീഷണർ ഈസ് അണ്ടർ സെക്ഷൻ 376 ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ് അലോൺ. ദ ലേൺഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ മേഡ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദ അലിഗേഷൻ അഗൻസ്റ്റ് ദ പെറ്റീഷണർ ഈസ് റേപ്പ് ആൻഡ് നോട്ട് അലിഗേഷൻ ഓഫ് സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ ഡിസെപ്ഷൻ. നൗ ഇറ്റ് ഈസ് ടു ബി ലുക്ഡ് ഇൻ ടു വെദർ ദർ ഈസ് ingredients to constitute the offence alleged, even if the allegation was a whole is considered. The learned counsel for the petitioner invited this court's attention to each and every line of complaint and the statement of the survivor and submitted that even if it is considered for a moment as a whole, it would only reveal that the victim or survivor went along with the petitioner voluntarily to discuss their future plans, and even after brutal attack of sexual violence, the victim had asked the petitioner to reaffirm his commitments to marriage. അപ്പോൾ
പരാതിക്കാരിയായ യുവതി സ്വമേധയാ രാഹുൽ മാങ്കൂട്ടം വിളിച്ച ഇടത്തേക്ക് പോകുന്നു. ബ്രൂട്ടലായിട്ടുള്ള ഒരു ബലാത്സംഗം നടന്നു എന്ന് അവർ പറയുന്നു. അതിനുശേഷം തന്നെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് രാഹുലിൻ്റെ പിന്നാലെ നടക്കുന്നു. ഇരുവരും തമ്മിൽ വലിയ സൗഹൃദം. ഇതെന്ത് ബലാത്സംഗം? ഇത്ര ഓപ്പണായാണ് കോടതി ചോദിക്കുന്നത്. അതിൻ്റെ താഴേക്ക് നമുക്ക് apparently there is allegation of a forceful sexual intercourse resulting in severe panic attack, and it is stated that the victim struggled to breath and had to take her prescribed medication when he continued the assault, which caused intense physical pain and several cuts and injuries on the body of the survivor. അപ്പോൾ ഈ പെറ്റീഷൻ ഏറ്റവും ശക്തമാകാൻ ശരീരം മുഴുവൻ മുറിവുകളും ദാരുണമായ പരിക്കുമേറ്റുവെന്നാണ് യുവതിയുടെ പരാതിയും മൊഴിയും. പക്ഷെ അത്ര ദാരുണമായ പരിക്ക് ശരീരത്തിൽ ഏറ്റാൽ ഒരു വൈദ്യസഹായം മേടിക്കണ്ടേ? ആ വൈദ്യസഹായം എന്തുകൊണ്ട് തേടിയില്ല? അപ്പോൾ മാതാപിതാക്കൾ തിരിച്ചറിയുമെന്ന ഭയം. ഇത്ര ബ്രൂട്ടലായി ബലാത്സംഗം ചെയ്യപ്പെട്ടുവെങ്കിൽ അത് മാതാപിതാക്കളോട് തുറന്നു പറഞ്ഞ് ആ വേട്ടക്കാരനെതിരെ അപ്പോൾ തന്നെ നടപടികൾ എടുക്കേണ്ടേ? അപ്പോൾ കൃത്യതയോടെയാണ് ഓരോ കാര്യങ്ങളും കോടതി കണ്ടുപിടിച്ചിരിക്കുന്നത്. However, in the statement given to the police, the version is different, and it is stated that the topic of marriage proposal was deferred to be talked at some other point of time. ഒന്ന് മൊഴി നൽകിയ ഭാഗം, മറ്റൊന്ന് പരാതിയിൽ പറഞ്ഞ ഭാഗം. ഇത് രണ്ടും വൈരുദ്ധ്യമാണ്. It is seen from the statement given by the survivor that even after the alleged incident, there was contacts between the two through telegram and phone calls. ഫോണിലും ടെലിഗ്രാമിലും രണ്ടു കൂട്ടരും പിന്നീട് നല്ല ഉറ്റബന്ധം തുടർന്നു. ഇറ്റ് ഈസ് ഈക്വലി സീൻ ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ വിക്ടിം ദാറ്റ് ഇവൻ ഓഫ് ദ അലീഗ്ഡ് ഇൻസിഡന്റ് ദ പെറ്റീഷണർ ഹാഡ് എക്സ്പ്രസ് ഹിസ് ലവ് ആൻഡ് പ്രപ്പോസൽ ഫോർ മാരേജ്. അതായത് ഈ ബ്രൂട്ടൽ ബലാത്സംഗത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടം എനിക്ക് തന്നെ ഇഷ്ടമാണെന്നും നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നും ഒക്കെ പറയുന്നു. ഇതൊക്കെയാണ് ആ യുവതിയുടെ മൊഴിയിലുള്ളത്. അപ്പോൾ കൺസിഡറിംഗ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കേസ് ആസ് പുട്ട് in by the prosecution, it appears there is no prima facie material to show the alleged offence. അപ്പോൾ പ്രഥമ ദൃഷ്ട്യ ഒരു കുറ്റകൃത്യം പ്രോസിക്യൂഷന്റെ ഈ ആരോപണങ്ങളില്ല എന്ന് കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുകയല്ലേ ഈ വിധിന്യായത്തിൽ. ഇതിലപ്പുറം ഒരു വിധിന്യായമുണ്ടോ? അപ്പോൾ നിയമപരമായി താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് രാഹുൽ പറഞ്ഞിടത്തേക്ക് രാഹുലിനെതിരെയുള്ള ഈ രണ്ടാം പരാതിയും ചെന്നെത്തുന്നു. രാഹുലിനെതിരെയുള്ള ഈ രണ്ടാം പരാതിയിന്മേൽ എടുത്തിരിക്കുന്ന FIR കള്ളത്തരങ്ങൾ കൊണ്ട് കെട്ടിച്ചമച്ചതാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും ഈ മുൻകൂർ ജാമ്യ വിധിയിൽ. ഇതിലപ്പുറം പല കാര്യങ്ങളും തുറന്ന് എഴുതിയിട്ടുണ്ട്. It is further point out that the learned counsel for the petitioner that the victim has in fact no intention to initiate criminal action against the petitioner, and it is clear from her conduct of refraining herself from giving a police complaint. It is further submitted by the petitioner's counsel that in the statement given by the victim, initially it is stated that she is not interested to proceed with the case, being afraid, and later it is seen scored off. ഇവിടെ ഏറ്റവും വലിയൊരു കണ്ടെത്തൽ ഈ കോടതി നടത്തിയിരിക്കുന്നത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും. കോടതി ചോദിച്ചിരിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. It is stated that the crime branch already possessed her details, which appears to be suspicious as to how the police carry the details of the victim, even when she had not chosen to file a complaint to the police. Apparently, the statement of the victim is taken by the police only after registering the first information report. With this background, the chance of the complaint being filed under pressure cannot be ruled out. അതായത് പോലീസ് കോടതിയിൽ പറയുന്നത് ഞങ്ങൾ ഈ പരാതി കിട്ടുന്നതിന് മുൻപ് തന്നെ യുവതിയെ കണ്ട് കാര്യങ്ങൾ തിരക്കിയിരുന്നുവെന്ന്. കോടതി ചോദിക്കുന്നു, ഒരു പരാതി ലഭിച്ച് FIR ഇട്ട് പോലീസ് അന്വേഷണം തുടങ്ങിയതിന് ശേഷമല്ലേ ഒരു ഇരയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടത്, ഒരു ഇരയിൽ നിന്ന് മൊഴിയെടുക്കേണ്ടത്? അതായത് ലോകത്ത് കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിൽ ഏതോ ഒരു യുവതിയെ പോലീസ് അങ്ങോട്ട് ചെന്ന് കണ്ടെത്തി അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നു. പരാതിയൊക്കെ കിട്ടുന്നതിന് മുൻപ് യുവതിയിൽ നിന്ന് തങ്ങൾ വിവരം ശേഖരിച്ചു എന്ന വലിയൊരു മടയത്തരം കോടതിയിൽ വിളിച്ചുകൂവി സ്വയം നാണം കെട്ടിറങ്ങുക. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് വിത്ത് ദിസ് ബാക്ക്ഗ്രൗണ്ട് ദ ചാൻസ് ഓഫ് ദ കംപ്ലൈന്റ് ബീങ് ഫൈൽഡ് ആൻഡ് പ്രഷർ കാനോട്ട് ബി റോൾഡ്. സമ്മർദ്ദം കൊണ്ടാണ് ഇത്തരമൊരു പരാതി ഉയർന്നു വന്നത് എന്നത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് വ്യക്തതയാണ് ഈ വിധിയിൽ വരുത്തേണ്ടത്?
ഏറ്റവും ഒടുവിൽ കൺക്ലൂസീവായി 14ാമത്തെ പാരഗ്രാഫിൽ കോടതി പറയുന്നു, അതുകൂടെ നമുക്കൊന്ന് ഓടിച്ചു കേൾക്കാം. ഇറ്റ് ഈസ് സെറ്റിൽ ഇൻ ലോ ദാറ്റ് വൈൽ കൺസിഡറിംഗ് ദ പ്രയർ for granting of anticipatory bail, a balance has to be struck between two factors, namely, no prejudice should be caused to the free, fair and full investigation, and there should be prevention of harassment, humiliation and unjustified detention of the accused. Relying upon these legal propositions, this court is of the view that in the absence of any prima facie material which link the accused to the offence alleged, and considering the long delay and other facts and circumstances of the case, this is a fit case where pre-arrest bail can be granted to the petitioner. അപ്പോൾ പ്രഥമ ദൃഷ്ട്യ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകളില്ല. ഇത്തരമൊരു പരാതി സമ്മർദ്ദം മൂലമാണോ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് കോടതി സംശയിക്കുന്നു. ആൻഡ് അതർ ഫാക്ടേഴ്സ്, നേരത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് പോലീസിൽ നൽകേണ്ട പരാതി KPCC അധ്യക്ഷന് നൽകുന്നു. ബലാത്സംഗം ചെയ്ത വ്യക്തിയെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ച് ആ ബലാത്സംഗം ചെയ്ത വ്യക്തിയുടെ പിന്നാലെ ഒരു യുവതി നടക്കുന്നു. എല്ലാറ്റിനും ഒടുവിൽ അതിക്രൂരമായി തൻ്റെ ശരീരം കീറിമുറിച്ചു എന്ന് യുവതി ആരോപിച്ചിട്ടും അതിന്മേൽ ഒരു ചെറിയ വൈദ്യസഹായമോ ഒരു മെഡിസിനോ യുവതി എടുത്തിട്ടില്ല. ഇത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ നിലനിൽക്കെ എങ്ങനെ ഈ പെറ്റീഷണറെ നമ്മൾ കുറ്റവാളിയെ ചിത്രീകരിക്കുമെന്ന്, പെറ്റീഷണർ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറ്റവാളിയാക്കുമെന്ന കോടതിയുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ വിധിന്യായം വളരെ ഗൗരവത്തോടെ കേരളം ചർച്ച ചെയ്യണം. നമുക്ക് പല പരാതികളും ഉയർന്നു വരുമ്പോൾ എല്ലാവരും ആദ്യം ചാടി വീണ് പറയുന്നൊരു സംഭവമുണ്ട്, ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പം, ഞങ്ങൾ ഇരയ്ക്കൊപ്പം. പിന്നീട് ഇരയെ അധിക്ഷേപിച്ചു എന്ന പേരിൽ ഇപ്പോഴും പാവൻ രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുന്നു. ഇത്തരം പല സാഹചര്യങ്ങളുണ്ട്. നമുക്കിവിടെ ആദ്യ പരാതി വ്യാജമാണോ, രണ്ടാം പരാതി വ്യാജമാണോ, ഇത്തരം കാര്യങ്ങളൊന്നും ഒരു മാധ്യമ പ്രവർത്തകർക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യം വാസ്തവമാണ്. പക്ഷേ ഈ പരാതിയിന്മേലുള്ള പൊള്ളത്തരങ്ങൾ, ഇത്തരം വിധിന്യായങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് സമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാട്ടേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇത്തരമൊരു വിധിന്യായം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ഏത് ചാനൽ ഇത് സവിസ്തരം ഇന്നലെ ചർച്ച ചെയ്തു, അല്ലെങ്കിൽ ഇന്ന് ചർച്ച ചെയ്യുന്നു? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിക്രൂരമായ ബലാത്സംഗ പരാതി എന്ന പേരിൽ രണ്ടാം പരാതി ആഘോഷിച്ചവർ എന്തുകൊണ്ട് ജില്ലാ സെഷൻസ് കോടതിയുടെ ഈ സുപ്രധാന വിധി ചർച്ച ചെയ്യുന്നില്ല? അപ്പോൾ എല്ലാവർക്കും ഒരാളെ കുറ്റവാളിയാക്കി എറിഞ്ഞു കൊല്ലുക, അവനെ വേട്ടയാടി വീഴ്ത്തുക, അതാണ് ആവശ്യം. ഇതിൻ്റെ നിയമവശം. മറുവശമുണ്ട്. ആദ്യ പരാതിയിലും രണ്ടാം പരാതിയിലും പറയുന്ന ഈ സ്ത്രീകളുടെ നേർക്കുള്ള ഒരു ലൈംഗിക ഇടപെടൽ, ആ സ്ത്രീകളെ വിവാഹം വരെ എത്തുന്ന മോഹം നൽകൽ, ഇത്തരം കാര്യങ്ങളിൽ സദാചാരപരമായി ധാർമ്മികമായി രാഹുലിന് തെറ്റുപറ്റി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഇനി മൂന്നാം പരാതിയൊക്കെ ഉയർന്നു വന്നാൽ രാഹുലിൻ്റെ സ്വഭാവത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു വീഴ്ച കാണാം. പക്ഷേ ആ വീഴ്ച നിയമപരമായി അയാളെ വേട്ടയാടി വീഴ്ത്താൻ ഒരു ഭരണകൂടം ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മൾ അതിനെ നിശിതമായി വിമർശിക്കേണ്ടി വരുന്നത്. ഭരണകൂടത്തിന് തീർച്ചയായിട്ടും അയാളുടെ ധാർമ്മികത ചോദ്യം ചെയ്യാം, സദാചാര ബോധം ചോദ്യം ചെയ്യാം, രാഷ്ട്രീയ നേതാക്കൾക്ക് ചോദ്യം ചെയ്യാം, അതിലൊന്നും നമ്മൾ തെറ്റു പറയില്ല. പക്ഷേ അയാൾ ചെയ്തത് അതിക്രൂര ബലാത്സംഗമാണെന്നും അയാളെ ഇനി പുറംലോകം കാണിക്കില്ലെന്നും അയാളെ ജീവപര്യന്തം അല്ലെങ്കിൽ തൂക്കുകയർ നൽകി ശിക്ഷിക്കണമെന്നും ആക്രോശിക്കുന്നവർ മറ്റ് ചില ഭാഗം കാണാതെ പോകരുത്. പരാതിക്കാരിയും തുല്യതയോടെ നീതിയുടെ ഒരു രംഗത്ത്, നീതിയുടെ കണ്ണുകെട്ടിയ ആ നീതിദേവതയുടെ മുന്നിലേക്ക് വരുമ്പോൾ അവിടെ പരാതിക്കാരിയും പ്രതിയും രണ്ടുപേർക്കും നമുക്ക് തുല്യനീതി നീതിദേവതയുടെ മുന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാതെ ഒരു ഇരയാക്കപ്പെട്ട ഒരു ഇരയെ വാർത്തെടുത്തിട്ട് നമ്മൾ മറ്റൊരാളെ വേട്ടയാടി വീഴ്ത്തുമ്പോൾ അതിൻ്റെ വൈരുദ്ധ്യങ്ങളും പൊള്ളത്തരങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെയുള്ള രണ്ടാം പരാതി കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു എന്ന് നമ്മൾ സംശയിക്കും. അത് പൊളിഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത്. ആദ്യ പരാതിയിലെ പല അബദ്ധ ജഡില ഭാഗങ്ങളും നമ്മൾ ആദ്യ ജഡ്ജ്മെൻറ്റിൽ വായിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാം പരാതിയുടെയും സ്ഥിതി ഇതാണ്. ഇവിടെ നമ്മൾ ഈ പരാതികളുടെ തുടക്കം മുതലൊന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ആദ്യം ഉയർന്നു വന്ന പരാതി, അതിൽ ഒരു 3 മാസത്തോളം യുവതി പരാതിപ്പെടുന്നതേയില്ല. ഭരണകൂടം തനിക്ക് നീതി കിട്ടും എന്ന് ഉറപ്പ് കൊടുത്തിട്ട് പോലും പെൺകുട്ടി പരാതി കൊടുക്കാതെ മാറി നിൽക്കുന്നു. പിന്നീട് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്തോടുകൂടി ആ പരാതി കൊടുക്കുന്നു. അതിനുശേഷം മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ഘട്ടത്തിൽ രണ്ടാം പരാതി ഉയർന്നു വരുന്നു. ഇന്നിപ്പോൾ അതും പൊളിഞ്ഞടുങ്ങുമ്പോൾ
മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് ഇനി ഒരു 3-ാം പരാതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇരകൾക്ക് 3-ാം പരാതി എന്ന് പറയുന്നില്ല, ഇനിയും അതായത് ഇനിയും ഉണ്ട് എന്ന് പറയുകയാണ്. അറപ്പുളവാക്കുന്ന വിഷയങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പല കോണുകളിൽ നിന്നും 3-ാം പരാതിയുടെ ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇരകൾ ഇപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി രംഗത്തേക്ക് വരികയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിങ്ങനെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോരോ പീഡന കഥകൾ പുറത്തു വരുമ്പോൾ അത് ജനങ്ങൾ അതിൽ സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയുമോ? ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അത് നമുക്ക് അടിവരയിട്ട് പറയാം. ഒന്ന്, ഇതിൻ്റെ ടൈമിംഗ്. ആദ്യ പരാതി മുഖ്യമന്ത്രിയുടെ അടുക്കൽ എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ടൈമിംഗ്, അന്ന് ആ പരാതിയുടെ പിന്നിൽ ഒട്ടനവധി ആളുകളുടെ ഇടപെടലുകൾ നമ്മൾ കണ്ടു. അപ്പോൾ അതും ദുരൂഹത ഉണർത്തുന്നതാണ്. ആദ്യ പരാതിയിൽ ബലാത്സംഗം നടന്നില്ല, അതൊരു ഉഭയകക്ഷി ലൈംഗിക ബന്ധമായിരുന്നു, ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്ന കോടതിയുടെ കൃത്യമായ നിരീക്ഷണം. ഗർഭഛിദ്രത്തിൽ മാത്രമാണ് അവിടെ രാഹുലിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയത്. ആദ്യം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചത് അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഹൈക്കോടതി ഒരു നോട്ട് ടു അറസ്റ്റ് ഓർഡർ കൊടുക്കണമെങ്കിൽ ഹൈക്കോടതിക്ക് തികഞ്ഞ ബോധ്യം വന്നിരിക്കുന്നു. അപ്പോൾ ആദ്യ പരാതി നിയമപരമായി എത്രമാത്രം നിലനിൽക്കും എന്ന സംശയം ഇവിടെയുണ്ട്. അവിടെയാണ് 2-ാം പരാതി നിയമപരമായി ഒട്ടും നിലനിൽക്കില്ല എന്ന ഒരു ബോധ്യം ഇപ്പോൾ നമുക്ക് കൂടുതൽ ശക്തമാകുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിയമപരമായ വീഴ്ച സംഭവിക്കാത്ത ഒരു വ്യക്തിയെ എന്തിന് കോൺഗ്രസ് ആദ്യം ഏതോ ചില ചാനലുകൾ ഉയർത്തിയ പുകമറയ്ക്കുള്ളിൽ നിർത്തി അയാളെ എന്തിനാദ്യം സസ്പെൻഡ് ചെയ്തു? എന്തുകൊണ്ട്? ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുന്നത് വഴിയാണ് എപ്പോഴും നമ്മൾ ഒരു വേട്ടക്കാരനെ സൃഷ്ടിക്കുന്നത്, ഒരു വില്ലനെ സൃഷ്ടിക്കുന്നത്. ഇതിൻ്റെ ഒരു ക്രൊണോളജി ഒന്ന് നോക്കിക്കേ. ഏതോ ഒരു ചാനലിൽ ആദ്യം കേരളത്തിലെ ഒരു പ്രമുഖ യുവ നേതാവ് ഒരു യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന ഒരു പേരുമില്ലാത്തൊരു വാർത്ത വരുന്നു. അതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളുടെ പല പേജുകളിലായിട്ട് അത് മാങ്ങാക്കൂട്ടമാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റു തലത്തിലുള്ള എക്സ്പ്ലനേഷൻസ്, അത് മാങ്ങാണ്ടിയാണ് എന്നൊക്കെ പറയും. പിന്നീട് കുത്തി സംസാരിക്കുന്നതിനിടയിൽ റിനി ആൻ ജോർജ് എന്ന് പറഞ്ഞൊരു നടി പേര് പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വീണ്ടും പോയിന്റഡ് ആയി ചില സംശയങ്ങൾ കൊണ്ടുവരുന്നു. ഹൂ കെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൂ കെയേഴ്സ് എന്നുള്ള നമുക്കറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സ്ഥിരം പ്രയോഗമാണ്. അങ്ങനെ ഹൂ കെയേഴ്സ് പൊട്ടി വീഴുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് പരാതി എന്ന് പറഞ്ഞ് ചാനലുകളെല്ലാം കൂടി ബോംബ് പൊട്ടിക്കുന്നു. ഇയാൾ മിണ്ടുന്നില്ല. അയാളുടെ നിശബ്ദത ഏറെക്കുറെ ആ കുറ്റകൃത്യത്തിന് പിന്നിലെ യഥാർത്ഥ വില്ലൻ രാഹുലാണ് എന്ന് ജനങ്ങളുടെ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ ചാനലുകൾക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ പൊതുബോധം സൃഷ്ടിക്കുന്നത് വരെ നമ്മൾ ഓർക്കണം, ശബ്ദരേഖയും ചാറ്റുകളും സൂക്ഷിച്ചു വെച്ച ചാനലുകൾ, ഇത് രണ്ടും ബ്രേക്കിംഗായി ആദ്യം പൊട്ടിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ചാനലുകൾ, ആ വാട്സാപ്പ് ചാറ്റുകളും രേഖയും ചാനലിൻ്റെ കയ്യിലെത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് റിനി ആൻ ജോർജ് ഹൂ കെയേഴ്സ് എന്ന പ്രയോഗം നടത്തുന്നത്. അതിനു മുൻപ് ഒരു യുവനടൻ പീഡിപ്പിച്ചു എന്ന റൂമർ വാർത്തകൾ ആദ്യം പ്രചരിപ്പിക്കുന്നു. അപ്പോൾ കൃത്യമായ ഒരു പ്രതലം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ അതിനു മുന്നിൽ ഒരു ആസൂത്രിത നീക്കമില്ലാതെ, ഒരു PR വർക്കില്ലാതെ മാധ്യമപ്രവർത്തകരും ചില രാഷ്ട്രീയ സോഷ്യൽ എഞ്ചിനീയറിംഗ് വിഭാഗവും ചേർന്ന് ഒരു കോക്കസ് പ്രവർത്തിക്കാതെ ഇത്ര കൃത്യതയോടെ ഒരു ക്രൊണോളജിക്കലായി ആ വില്ലനിലേക്ക് എത്താൻ കഴിയില്ല. നമ്മൾ അതിൻ്റെ ക്രൊണോളജി ശ്രദ്ധിച്ചാൽ മതി. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് റിനി ആൻ ജോർജ് ഒരു പ്രസ്താവന നടത്തുന്നു, അടുത്ത 2 ദിവസം കഴിയുമ്പോൾ കേരളത്തിലെ 2 ചാനലുകൾ ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റുകളും പൊട്ടിക്കുന്നു. ഇതൊക്കെ നമുക്കൊരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ യുവതി പറയുന്നത് നേരത്തെ തന്നെ തൻ്റെ ഉറ്റ സുഹൃത്തായ ഒരു വനിതയ്ക്ക്, ഒരു വനിതാ ജേർണലിസ്റ്റിന് താൻ തൻ്റെ വേദന പങ്കുവെച്ചപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചിരുന്നു. അവർ പിന്നീട് തൻ്റെ അനുവാദമില്ലാതെ ചില ചാനലുകൾക്ക് ഇത് കൈമാറിയെന്ന് പിന്നീട് യുവതി പറഞ്ഞത് നമ്മൾ അറിഞ്ഞു. അവർ അതിൻ്റെ വലിയൊരു പരാതിയും കൊടുത്തിരുന്നു. അപ്പോൾ കൃത്യമായൊരു പ്ലാനിങ് അവിടെ നടന്നു. ഈ പ്ലാനിങ് അവിടെ വെച്ച് കേരളത്തിൽ ആ ബോംബ് പൊട്ടിച്ച് ആ ബോംബിൻ്റെ ഒരു പുകപടലമൊക്കെ നിർത്തി രാഹുലിനെ ഇങ്ങനെ സംശയനിഴലിൽ നിർത്തി ഇതുപോലെ ഒരു കൂമ്പാരം പരാതികൾ വരാനുണ്ട്. 60 മുതൽ 14 വരെ നിരവധി ആളുകളുണ്ട്, പോക്സോ കേസ് വരെ വരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥകൾ, റൂമർ കഥ, ഒരു പേരുമില്ലാത്ത കഥകൾ അങ്ങ് പ്രചരിപ്പിച്ചു. അപ്പോഴൊന്നും പരാതിക്കാരിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നില്ല. പരാതിക്കാരി അപ്പോഴും നിശബ്ദമായി നിൽക്കുകയാണ്. 3 മാസമാണ് കടന്നുപോയത്. ഈ 3 മാസത്തിനൊടുവിൽ എന്നാൽ പിന്നെ ഇനി പരാതിക്കാരി ഒന്നും രംഗത്തിറങ്ങില്ലായിരിക്കും എന്ന് കരുതി രാഹുൽ വീണ്ടും പാലക്കാട്ടേക്ക് ചെല്ലുന്നു. അവിടുന്ന് കുറച്ച് ഷോ അപ്പ് നടത്തി, ഒരു സിനിമാ നടിയുടെ കഴുത്തിൽ കൈയൊക്കെ ഇട്ട് അവർക്കൊപ്പം കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് മിന്നിക്കുന്നു. ഇതോടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ്
ഈ പരാതിക്കാർ സ്വമേധയെ ഇറങ്ങിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് നിൽക്കുന്നവർ കണ്ടോ അവൻ്റെ ഒരു അഹങ്കാരം, അവനിപ്പോൾ സിനിമാ നടിക്കൊപ്പമാണ് ഇവൻ്റെ കറക്കം, ഇതൊക്കെ പറഞ്ഞ് ഈ യുവതിയെ വീണ്ടും പ്രകോപിതയാക്കുന്നു. യുവതിയെ പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാനല്ലേ ഇവർ ഉപദേശിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് പോയാൽ ആ സെക്കൻഡിൽ മീഡിയ എല്ലാം ഇത് കത്തിക്കും, വീണ്ടും ലൈവാക്കും, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ആയുധമാക്കാം, സ്വർണ്ണക്കൊള്ള മൂടാം. അങ്ങനെ യുവതിയെ സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ അടുക്കലെത്തിക്കുന്നു. ഇതിനെതിരെ അതിശക്തമായ പ്രതികരണവുമായി അതിജീവിതയ്ക്കെതിരെ ഇറങ്ങിയ പാവം രാഹുൽ ഈശ്വർ 12 ദിവസമായിട്ട് അഴിക്കുള്ളിൽ കിടക്കുകയാണ്. ഇവിടെ യുവതിയെ ഗർഭിണിയാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന ആരോപണം ഉയർന്ന സന്ദീപ് വാര്യറിന് മുൻകൂർ ജാമ്യം കിട്ടി. അതൊക്കെയാണ് കാലത്തിൻ്റെ നീതി. അതോടെ സംഗതി പൊട്ടി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യ പരാതി ഹൈക്കോടതിയിലെത്തുമ്പോൾ ജാമ്യം കിട്ടുമെന്ന് ഭരണകൂടത്തിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യ പരാതിയിൽ ജാമ്യം ലഭിച്ചാൽ ഇതൊരു ബുമറാങ് ആകും എന്ന് കൃത്യമായി കണക്കുകൂട്ടി. അതുകൊണ്ടാണ് അണിയറയിൽ ഈ രണ്ടാം പരാതി തയ്യാറാക്കി വെച്ചിരുന്നത്. നമ്മൾ നോക്കിയാൽ അറിയാം, സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കുന്നതിന് തൊട്ട് തലേന്നാണ് രണ്ടാം പരാതി പൊട്ടിക്കുന്നത്. അതും KPCC അധ്യക്ഷന്. ഈ കോൺഗ്രസിൻ്റെ മലയുളകൾക്ക് മനസ്സിലായില്ല, അവരുടെ തലയിലേക്ക് വെച്ചു കൊടുത്താണ്. ഇന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഇത് കോൺഗ്രസ് പോലീസിന് കൊടുത്ത പരാതിയാണ്, ഇത് കൂടുതൽ അവരെ വെട്ടിലാക്കാനില്ല. ഈ പരാതി കിട്ടുന്നതിൻ്റെ തലേദിവസം എന്തൊക്കെ വങ്കത്തരങ്ങളാണ് രാജ്മോഹൻ ഉണ്ണിത്താനും K മുരളീധരനും ഒക്കെ തുടർച്ചയായി തട്ടിവിട്ടത്. കോൺഗ്രസ് തന്നെ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ പാതാളക്കുഴിയിലിട്ട് മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇടതുപക്ഷത്തിന് അതിനുള്ള സൗകര്യം കിട്ടി. അന്ന് കോൺഗ്രസ് സമചിത്തതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് പറയേണ്ടത്, നിങ്ങളുടെ പോലീസ് നീതി സംവിധാനങ്ങൾ ഇവിടെയുണ്ട്, നിങ്ങൾ അയാളെ ഒരു കുറ്റക്കാരനാണ് എന്ന് നിയമത്തിന് മുന്നിൽ തെളിയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഈ പാർട്ടി അയാളുമായി ഒരു ബന്ധവും പുലർത്തില്ല. ഇത് പരിശോധിക്കേണ്ടത് പോലീസും ഇവിടുത്തെ കോടതിയുമൊക്കെയാണ്. കോൺഗ്രസിന് അങ്ങനെ ഒരു ഇതുവരെയും സ്വന്തം പാർട്ടി പോലീസ് സ്റ്റേഷനൊന്നും ഉള്ള സംവിധാനമല്ല. അവർക്ക് പാർട്ടി കോടതിയുമില്ല. കാരണം അവിടെ എല്ലാം ജഡ്ജിമാരാണ്. കാണുന്നവരൊക്കെ വിധി പറയുന്ന ഒരു ആൾക്കൂട്ടമാണ്. അല്ലാതെ അവർക്കൊരു കേഡർ സംവിധാനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് ഈ ആൾക്കൂട്ടം കൂടി വിചാരണ നടത്തേണ്ട ഒരു കാര്യമില്ല. ഈ കോൺഗ്രസ് നടത്തിയത് ആൾക്കൂട്ട വിചാരണയാണ്. ആൾക്കൂട്ട വിചാരണ എപ്പോഴും നീതിയുക്തമായിരിക്കില്ല. അത് അവരുടെ അപ്പോഴത്തെ ഒരു ഭാവനയിൽ വിടരുന്ന, അല്ലെങ്കിൽ അവരുടെ വൈരാഗ്യം. ഇപ്പോൾ ഒരു ആൾക്കൂട്ട വിചാരണ എപ്പോഴും പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് ആൾക്കൂട്ട വിചാരണ നടത്തി രാഹുലിനെ ചവിട്ടി താഴെയിട്ടു. ആ തക്കത്തിന് ഇടതുപക്ഷം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി. ഒടുവിൽ ഇത് ബുമറാങ്ങായി ഇടതുപക്ഷത്തിനെ തിരിഞ്ഞു കൊത്തുന്നു. പക്ഷെ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം അവകാശപ്പെടാൻ കോൺഗ്രസിന് കഴിയാതെ നിൽക്കുന്നു. അതാണ് അവരുടെ ഏറ്റവും വലിയ വീക്ക്നെസ്, ബലഹീനത. ഇത്ര ശക്തമായ ഒരു കോടതി വിധി കയ്യിൽ കിട്ടിയിട്ടും ഈ കോടതി വിധി ഉയർത്തിക്കാട്ടി ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചന ആയിരുന്നില്ലേ എന്ന് ചോദിക്കാനുള്ള ആർജവം കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനില്ല. രാഹുലിന് വ്യക്തി ജീവിതത്തിൽ തെറ്റുപറ്റി. അയാൾ വ്യക്തി ജീവിതത്തിൽ ധാർമ്മികത പാലിച്ചില്ല, അതിൻ്റെ സദാചാരം പാലിച്ചില്ല. അത് വലിയ വീഴ്ചയാണ്. പക്ഷേ അത് തികച്ചും വ്യക്തിപരമാണ്. ആ വ്യക്തിയെ നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വോട്ടിങ്ങിൻ്റെ സമയത്ത് വോട്ട് ചെയ്യാതെ മാറ്റി നിർത്താം. അതല്ലാതെ അയാൾ നിയമത്തിന് മുന്നിൽ തെറ്റ് ചെയ്തില്ല എങ്കിൽ ഇത്രയധികം വേട്ടയാടേണ്ടിയിരുന്നോ? ഒരു വീരപ്പനെ പിടിക്കുന്നത് പോലെ ഒരു കേരളത്തിൻ്റെ പോലീസ് സംവിധാനത്തെ മുഴുവൻ ഉപയോഗിച്ച് അയാളെ ഇത്രയധികം വേട്ടയാടണമായിരുന്നു. അത് ജനങ്ങളുടെ മനസ്സിൽ കൊണ്ടു. അതുകൊണ്ടാണ് പൊതുബോധം ഇപ്പോഴും ഒരു പരിധിവരെയെങ്കിലും ഇത്രയധികം സദാചാര വിരുദ്ധത കാട്ടിയ അയാൾക്കൊപ്പം നിൽക്കുന്നത്. എന്തായാലും രാഹുലിനെ വീണ്ടും കൊടുക്കാൻ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ വലിയൊരു തിരിച്ചടി തന്നെ സർക്കാരിനുണ്ടാകും എന്നുള്ളത് ഈ ഒരു വിധിന്യായം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. പക്ഷേ മാധ്യമങ്ങൾ അതൊന്ന് ചർച്ചയാക്കാൻ പോലും തയ്യാറായില്ല. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.